പമ്പയിൽ അനുമതിയില്ലാതെ സിനിമ ചിത്രീകരിച്ചു എന്ന കേസിൽ സംവിധായകൻ അനുരാജ് മനോഹറിന്റെ മൊഴി എടുത്തു. അബദ്ധം പറ്റിയതെന്ന് സംവിധായകൻ വനം വകുപ്പിനെ അറിയിച്ചു. ക്യാമറയും അനുബന്ധ ഉപകരണങ്ങളും ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി. അമൽ, അബദ്ധം പറ്റിയതാണ് എന്ന സംവിധായകന്റെ വിശദീകരണം ഉൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തുടർ നടപടിക്ക് സാധ്യതയുണ്ടോ? പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിയാണ് അനുരാജ് മൊഴി നൽകിയിരിക്കുന്നത്. അബദ്ധം പറ്റിയത് എന്നുള്ളതാണ് അനുരാജ് ഈ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. തെറ്റുപറ്റിപ്പോയി, പിഴയടയ്ക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം പറയുന്നു. പമ്പയിൽ വെച്ചായിരുന്നു ചിത്രീകരണം നടന്നത്. മാധ്യമപ്രവർത്തകർ നിൽക്കുന്ന സ്ഥലത്താണ് സന്നിധാനത്തെ ചിത്രീകരണത്തിനായി എത്തിയത്. അല്ലാതെ മറ്റ് സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. കെ ജയകുമാർ അനുമതി നിഷേധിച്ചു എന്നുള്ള കാര്യം നേരത്തെ തന്നെ അനുരാജ് പറഞ്ഞിരുന്നു. ADGP ശ്രീജിത്തിനോടക്കം ഈ വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യവും അനുരാജ് വ്യക്തമാക്കിയതാണ്. നിലവിൽ എന്തായാലും ഈ വിഷയത്തിൽ തെറ്റേറ്റ് പറയുകയാണ് അനുരാജ്. ഇങ്ങനെ സംഭവിച്ചു പോയി, അതിനാൽ തന്നെ പിഴയടയ്ക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം പറയുന്നു. റാന്നി ഡിവിഷന് കീഴിലുള്ള സ്ഥലത്താണ് ചിത്രീകരണം നടന്നത്. മാത്രമല്ല, മകരവിളക്ക് ദിവസം ചിത്രീകരണം നടന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. ആ ദിവസം ചിത്രീകരണം നൽകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ നിലപാട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അപ്പോൾ അങ്ങനെയെങ്കിൽ അനുരാജിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കണ്ടാണ് അന്ന് കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം അനുരാജിനോട് ഇന്ന് മൊഴിയെടുപ്പിനായി എത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് മുൻരാജ് ഇന്ന് പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിയത്. അവിടെ എത്തി മൊഴി വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച ക്യാമറയും അതോടൊപ്പം തന്നെ അന്ന് ചിത്രീകരിച്ച ദൃശ്യങ്ങളും ഹാജരാക്കണം, അത് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയാണ് അനുരാജിനെ മടക്കി അയച്ചിരിക്കുന്നത്. അബദ്ധം പറ്റിയതാണ് എന്താണല്ലോ സംവിധായകൻ വനം വകുപ്പിനോട് വിശദീകരിച്ചിരിക്കുന്നത്. വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങളുണ്ടോ? ഈ കേസിന് എത്രത്തോളം ഗൗരവ സ്വഭാവമുണ്ട്? മകരവിളക്ക് ദിവസമാണ്, തിരക്കുള്ള ഒരു ദിവസമാണ് ഇത്തരത്തിലൊരു ചിത്രീകരണം നടന്നത്. പമ്പയാണ് സിനിമയുടെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ എന്നുള്ളതാണ് അനുരാജ് വിശദീകരിക്കുന്നത്. പക്ഷേ ആ മകരവിളക്കിൻ്റെ ചില ദൃശ്യങ്ങൾ കൂടി ചിത്രീകരിക്കേണ്ടതുള്ളതിനാൽ സന്നിധാനത്തെത്തിയുള്ള ചിത്രീകരണവും നടന്നു എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രീകരണം നടക്കുമ്പോൾ അത് അബദ്ധം പറ്റിയതാണ് എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. തങ്ങൾ ചിത്രീകരിക്കാൻ ഈ ചിത്രീകരണത്തിൻ്റെ കാര്യം ADGPയോട് അടക്കം പറയുമ്പോൾ പമ്പയിൽ ചിത്രീകരിച്ചോളൂ എന്നൊരു വാക്കാലുള്ള അനുമതി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും പറയുന്നു. അങ്ങനെയാണ് ചിത്രീകരണം നടന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇനി അതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റുപറ്റിയതാണ്, പിഴയടയ്ക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യമാണ് അനുരാജ് ഇപ്പോൾ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷേ അനുരാജിനോട് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ക്യാമറയും അതോടൊപ്പം തന്നെ ചിത്രീകരിച്ച ദൃശ്യങ്ങളും എത്തിക്കുക, അത് പരിശോധിച്ച ശേഷം കൂടുതൽ നടപടി എന്നുള്ള കാര്യമാണ്. ഇത് ഒറ്റ ദിവസത്തെ ഷൂട്ടിംഗ് ആയിരുന്നോ അതോ കുറേ ദിവസം ഉണ്ടായിരുന്നോ? ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിച്ചിരുന്നു എന്നാണല്ലോ സംവിധായകൻ പറയുന്നത്. പക്ഷേ ഔദ്യോഗികമായി അനുമതി തേടിയിരുന്നില്ലേ? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ആദ്യഘട്ടത്തിൽ അനുമതി തേടിയിരുന്നു. പക്ഷേ മകരവിളക്ക് നടക്കുന്ന ദിവസമാണ്. മാത്രമല്ല, ഹൈക്കോടതിയുടെ ഉത്തരവുള്ളതിനാൽ ചിത്രീകരിക്കാനാവില്ല എന്നൊരു കാര്യം ജയകുമാർ അറിയിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ അനുമതി ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗികമായുള്ള അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നു. പിന്നീടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരോടക്കം സംസാരിച്ച് ചിത്രീകരണത്തിന് അനുമതി തേടുന്നത്. അപ്പോൾ പമ്പയിൽ ചിത്രീകരിക്കാൻ അനുമതി നൽകുകയായിരുന്നു എന്നുള്ളതാണ് അനുരാജ് വ്യക്തമാക്കുന്നത്. ശരി, അമൽ തേനമ്പറമ്പിലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.